IPL-ലെ മറ്റൊരു ത്രില്ലർ പോരിനൊടുവിൽ പരാജയം ഏറ്റുവാങ്ങിയ മുംബൈ ഇന്ത്യൻസ് വീണ്ടും വിമർശനങ്ങൾ വാരിക്കൂട്ടുകയാണ്. വെള്ളിയാഴ്ച ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ നടന്ന കളിയിൽ 12 റൺസിന്റെ പരാജയമാണ് മുംബൈ ഇന്ത്യൻസ് നേരിട്ടത്. തിലക് വർമ്മ മോശം ഫോമിനെ തുടർന്ന് റിട്ടയർഡ് ഔട്ടായ കളിയായിരുന്നു ഇത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ലക്നൗ സൂപ്പർ ജയൻസ് നിശ്ചിത 20 ഓവറുകളിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 203 എന്ന സ്കോർ നേടിയപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ മറുപടി 5 വിക്കറ്റ് നഷ്ടത്തിൽ 191 അവസാനിക്കുകയായിരുന്നു. 204 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന മുംബൈ ഇന്ത്യൻസിന് അവസാന ഓവറിൽ 22 റൺസായിരുന്നു ജയിക്കാൻ വേണ്ടിയിരുന്നത്. ആവേശ് ഖാൻ എറിഞ്ഞ ആദ്യ പന്ത് ഹർദിക് പാണ്ഡ്യ സിക്സർ പറത്തി. ഇതോടെ മുംബൈയുടെ ലക്ഷ്യം 5 പന്തുകളിൽ 16 ആയി. രണ്ടാം പന്ത് ലെഗ് സ്റ്റംപിൽ ഒരു ലോ ഫുൾ ടോസ് ആയിരുന്നു. ഡീപ് സ്ക്വയർ ലെഗിലേക്ക് അടിച്ച പന്തിൽ പക്ഷേ സിംഗിൾ ഓടാൻ ഹർദിക് തയ്യാറായില്ല. ബാക്കിയുള്ള പന്തുകളിൽ കളി ഫിനിഷ് ചെയ്യാമെന്ന ആത്മവിശ്വാസമായിരുന്നു ഇതിന് കാരണം. എന്നാൽ മറുവശത്തുണ്ടായിരുന്ന മിച്ചൽ സാറ്റ്നറും മികച്ച ബാറ്ററായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സിംഗിൾ നിഷേധിച്ച ഹർദിക്കിന്റെ നീക്കം ആരാധകരെ കലിപ്പിലാക്കി. മൂന്നാം പന്തിൽ സിംഗിൾ ഓടാൻ തയ്യാറാകാതെ ഇരുന്ന ഹർദിക് പാണ്ഡ്യയുടെ തീരുമാനം മുംബൈ ഇന്ത്യൻസ് ഉടമ ആകാശ് അംബാനിയെ പോലും രോഷാകുലനാക്കി. എന്താണ് ഈ കാണിക്കുന്നത് എന്ന തരത്തിൽ ആകാശ് അംബാനി ആംഗ്യം കാണിക്കുന്നത് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലുമായി. അതേസമയം മൂന്നാം പന്തിൽ സിംഗിൾ ഓടാൻ ഹർദിക് കൂട്ടാകാതെ ഇരുന്നതോടെ ടീമിന്റെ വിജയലക്ഷ്യം 3 പന്തിൽ 14 റൺസായി. നാലാം പന്ത് ഡോട്ടാക്കി ആവേശ് ഖാൻ ഹർദിക് പാണ്ഡ്യയെയും മുംബൈയെയും നിരാശയിലേക്ക് തള്ളിയിട്ടു. അഞ്ചാം പന്തിൽ സിംഗിൾ നേടി അവസാനം ഹർദിക് സ്ട്രൈക്ക് സാറ്റ്നറിന് കൈമാറി. സാറ്റ്നർ നേരിട്ട അവസാന പന്തും ഡോട്ടായതോടെ ലക്നൗ കളിയിൽ 12 റൺസിന്റെ ആവേശജയം ഉറപ്പിച്ചു. അതേസമയം ചില ബിഗ് ഹിറ്റുകൾ ആവശ്യമായിരുന്നുവെന്നും ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാമെന്നുമായിരുന്നു മത്സരശേഷം പാണ്ഡ്യ പ്രതികരിച്ചിരുന്നത്. മത്സരം വിജയിക്കാൻ മുംബൈ ഇന്ത്യൻസിന് ചില ബിഗ് ഹിറ്റുകൾ ആവശ്യമായിരുന്നു. ക്രിക്കറ്റിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. നന്നായി പരിശ്രമിച്ചെങ്കിലും മോശം പ്രകടനം നടത്തുന്ന സാഹചര്യം ഉണ്ടായേക്കാം. മികച്ച ക്രിക്കറ്റ് കളിക്കുകയാണ് മുംബൈയുടെ ലക്ഷ്യം. ലക്നൌവിനെതിരായ മുംബൈ ഇന്ത്യൻസിന്റെ തോൽവിയിൽ നിരാശയുണ്ടെന്നും 10-15 റൺസ് അധികമായിരുന്നു മുംബൈ വിട്ടുകൊടുത്തത്. IPL ഒരു വലിയ ടൂർണമെന്റാണ്. 2 മത്സരങ്ങൾ തുടർച്ചയായി വിജയിച്ചാൽ മുംബൈ ഇന്ത്യൻസിന് തിരിച്ചു വരാൻ സാധിക്കുമെന്നും മത്സരശേഷം ഹർദിക് പ്രതികരിച്ചു. മാത്രവുമല്ല, മത്സരത്തിലെ 5 വിക്കറ്റ് നേട്ടത്തെക്കുറിച്ചും ഹർദിക് പ്രതികരിച്ചു. വിക്കറ്റ് നേടാനല്ല ഞാൻ ശ്രമിച്ചത്, പരമാവധി ഡോട്ട് ബോളുകൾ എറിയാനായിരുന്നു എൻ്റെ ശ്രമം. ബാറ്റർമാർ റിസ്ക് എടുത്തതുകൊണ്ടാണ് എനിക്ക് വിക്കറ്റ് ലഭിച്ചത്. ജയിക്കുമ്പോഴും പരാജയപ്പെടുമ്പോഴും മുംബൈ ഇന്ത്യൻസ് എന്ന ടീമിനാണ് അതിൻ്റെ ഉത്തരവാദിത്തം. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇനി മുംബൈ ഇന്ത്യൻസ് ലക്നൗ സൂപ്പർ ജയൻസ് മത്സരം ഒന്നുകൂടി പരിശോധിച്ചാൽ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ലക്നൗ സൂപ്പർ ജയൻസ് നിശ്ചിത 20 ഓവറുകളിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 203 എന്ന കിടിലൻ സ്കോറാണ് നേടിയത്. 31 പന്തിൽ 60 റൺസ് നേടിയ മിച്ചൽ മാഷും 38 പന്തിൽ 53 റൺസ് എടുത്ത ഐഡൻ മാർക്രവുമാണ് ലക്നൗ നിരയിൽ മിന്നിയത്. മുംബൈ ഇന്ത്യൻസിനായി ഹർദിക് പാണ്ഡ്യ 5 വിക്കറ്റുകൾ എടുത്ത് ബൗളിംഗിൽ തിളങ്ങി. 204 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന മുംബൈ ഇന്ത്യൻസ് 24 പന്തിൽ 46 റൺസ് നേടിയ ധമൻ ധീറിന്റെയും 43 പന്തിൽ 67 റൺസ് എടുത്ത സൂര്യകുമാർ യാദവിന്റെയും നേതൃത്വത്തിൽ വിജയത്തിലേക്ക് കുതിക്കുമെന്ന് തോന്നിപ്പിച്ചെങ്കിലും തിലക് വർമ്മയുടെ മെല്ലെ പോകൻ ഇന്നിംഗ്സ് കളിയിൽ അവരെ ബാക്ക് ഫൂട്ടിലാക്കുകയായിരുന്നു. ഇതോടെ 20 ഓവറുകളിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 191 എന്ന സ്കോറിൽ അവരുടെ ഇന്നിംഗ്സ് അവസാനിച്ചു.